മാപ്പ് ചാണ്ടിയും ആപ്പ് ജോർജും നാടുവാഴുന്ന സുതാര്യ കേരളത്തിൽ കള്ളുമന്ത്രി ബാബുവിനെ കളിപ്പിക്കാൻ ചാനലുകാർക്ക് കഴിയില്ല. കെ ബാബുവിൻ്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം നടക്കുന്നു എന്ന് ചാനലുകളിൽ ഫ്ലാഷ് മിന്നുന്നത് കണ്ട് അത് പകർത്താനായി മന്ത്രി തന്നെ ചാനലുകാരെയെല്ലാം വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. അവിടെ കണ്ടതെല്ലാം കേരളത്തിലെ ഒരു മന്ത്രിയും കാട്ടാത്ത കാര്യങ്ങളായിരുന്നു. ഈ സമാവറാണ് സത്യം, അവന്മാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. അത് മാത്രമല്ല, അന്നത്തെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ കച്ചറകളെ ഞാൻ ഇതിലെ വഴി നടത്തിയിട്ട് പോലുമില്ല. കയറി നോക്കണം സാർ. സാർ എന്നെ സംശയിച്ചു പോയ സ്ഥിതിക്ക് ഒന്ന് കയറി നോക്കിയേ പറ്റൂ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയരുത് സാർ, എന്റെ സമാധാനത്തിന് വേണ്ടിയാ. ഒന്ന് കയറി നോക്കണം സാർ. ഇല്ലെങ്കിൽ അവന്മാർ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. സാർ ഓടി ഇങ്ങോട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് സാർ ഒന്ന് കയറി നോക്കിയേ പറ്റൂ. ചേടാ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടോ, ഒന്ന് കയറി നോക്കിയടോ. അങ്ങനെ അങ്ങോട്ട് കിട്ടാൻ പറ്റുമല്ലോ. ദേ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ. ദേ ഇപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ നോക്കൂ. ഞാൻ 25 കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട്. ഇതിനകത്ത് കള്ളന്മാരെ ഒളിപ്പിച്ചിരുത്താനല്ല ഈ കട നടത്തുന്നത്. ഇനി ഇങ്ങോട്ട് വാ. ദേ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ നോക്ക്. ഇനിയിപ്പോ എവിടെ ചെന്ന് നോക്കാനാ? ഇതിനകത്ത് 2 പോലെ പഴം ഇരിപ്പുണ്ട്. കൈനലുകാരെ പിടിച്ചുകൊണ്ടായി ബാത്റൂം പഠിപ്പിക്കുന്നതാ. ഗുരുകുലത്തിലെ 2 ശിഷ്യന്മാർക്ക് വേണ്ടി അണികൾ നടത്തുന്ന അസഭ്യ അർച്ചനയും കോല ദീപക്കാഴ്ചയുമാണ് ഇനി. SNDPയിലെ 1ാം ഊഴക്കാരനായ നടേശ പരിപാലന സംഘത്തിനെതിരെ 2ാം ഊഴക്കാരനായ ഗോകുലം ഗോപരിപാലന ധർമ്മവേദി അനുകൂല കോടതി വിധി നേടിയപ്പോൾ അനന്തപുരിയിൽ ഇരുകൂട്ടരും സംഘമായി അടിച്ച് ശക്തി നേടി. പുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു. തിരുനാമം ജയിക്കട്ടെ. സസ്പെൻഡ് ചെയ്ത കോടതി വിധിക്ക് അഭിവാദ്യങ്ങൾ. ധർമ്മവേദിയുടെ അഭിവാദ്യങ്ങൾ. പള്ളി മൂരാജി തിരുനാമം ജയിക്കട്ടെ. ലോകത്തോട് കളിക്കല്ലേ. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അട്ടിമറിച്ച അഴിമതി വീര. വെള്ളാപ്പള്ളി നടപ്പില്ല. പറയുന്നതാരെന്നറിയാമോ? ധർമ്മത്തിൻ കാവൽക്കാർ. ഇനിയും നീ ഇതാവർത്തിച്ചാൽ റോഡിലിറങ്ങി നടക്കൂല. പറയുന്നതാരെന്നറിയാമോ? ഗുരുധർമ്മത്തെ കൈമുതലാക്കി വീരപതാക കൈകളിലേന്തി ലോക ചരിത്രം സിരകളിലേറ്റി ഈഴവനായി ജീവിക്കുന്ന ധീരയുവാക്കൾ പറയുന്നു. നിന്റെ വെളിച്ചം നയിക്കട്ടെ.
കൊടുക്കില്ല. ഇടവും മാപ്പ് കൊടുക്കില്ല. സമുദായത്തെ വഞ്ചിച്ച വെള്ളാപ്പള്ളി നാണക്കേട്. സമുദായത്തിന് മാനക്കേട്. ആണുങ്ങൾക്ക് കാഴ്ചയും പെണ്ണുങ്ങൾക്ക് ഉൾക്കാഴ്ചയുമാണുള്ളത് എന്ന സത്യം PC ജോർജും ഞരമ്പ് രോഗ വിദഗ്ധൻ ഗണേഷ് കുമാറും തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ കമല ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മഹിളകൾ ആ സത്യം ആവോളം ഉച്ചത്തിൽ വിളിച്ചുകൂവി. ഒരുപാട് ത്യാഗം സഹിച്ചുണ്ടാക്കിയെടുത്തതല്ലേ? ജാക്കറ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം മാറി നേദിച്ച് ഇലയിൽ വെച്ച് കൊടുത്ത് രക്തം പാർന്നൊഴുകി മരിച്ചു വീണ സംഘടനയുടെ ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ് ഇവിടെ ഇന്ന് വന്നിട്ടുള്ളത്. ഈ മന്ത്രിസഭ പുതിയ പരിഷ്കാരാണെന്ന് അറിയില്ല. പെണ്ണുങ്ങളെ സമരം ചെയ്താമെന്ന ആണ് പോലീസുകാർ തള്ളു. PC ജോർജിന്റെ സംസ്കാരമാണ്. ഇങ്ങേർക്ക് നിയമസഭ കയറാനുള്ള അർഹതയുണ്ട്. എന്താണ് ഉമ്മൻചാണ്ടി ഇയാളെ പുറത്താക്കാത്തതെന്ന് അറിയാമോ? കസേരയുടെ കാല് പോകും. നിങ്ങൾ കണ്ടില്ലേ ഒരു ദിവസം ഉമ്മൻചാണ്ടി ചെന്നപ്പോ ഒരാള് കസേരയിലിരിക്കണ്. ആര് അദ്ദേഹം ചോദിക്കണു, ഉമ്മൻചാണ്ടി ചോദിക്കണു, നീ ആരാണ്? അപ്പൊ അയാള് ചോദിക്കണു, താനാരാണ്? ഈ പോലീസൊക്കെ അന്നേരം എവിടെയായിരുന്നു? അപ്പൊ അയാള് പറയണേ, മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നില്ലേ ഞാൻ മുഖ്യമന്ത്രി? അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ പ്രധാനമന്ത്രി. ഒടുവിൽ എന്താ പറഞ്ഞ? രക്ഷപ്പെടാൻ അയാൾക്ക് മാനസിക വിഭ്രാന്തിയാണ്. എല്ലാവർക്കും അതെയല്ല. ഉമ്മൻചാണ്ടി മാപ്പ് പറയും. ഇപ്പൊ ഈ കഴിഞ്ഞ നിയമസഭ കൂടിയപ്പോ എത്ര പ്രാവശ്യം മാപ്പ് പറഞ്ഞു? എന്താണ് നിയമസഭയിൽ നടക്കണേ? KP മോഹന മന്ത്രി ഞാൻ പറഞ്ഞതാണ്, ഭരതനാട്യം കൂടി കളിക്കാൻ പറ്റൂല. കാലെടുത്ത് മേശപ്പുറത്ത് വെക്കും, താഴെ വെക്കും, കാലെടുത്ത് മേശപ്പുറത്ത് വെക്കും, താഴെ വെക്കും. അതിനുശേഷം മാപ്പ് പറഞ്ഞു. എല്ലാവരോടും മാപ്പ് മാപ്പ്. അത് കേട്ടപ്പോ ഉമ്മൻചാണ്ടി പറയാണ് ഞാനും ഖേദിക്കുന്നു. രണ്ടാമത്തെ ദിവസം KC ജോസഫ് വന്ന് KC ജോസഫ് പറഞ്ഞ് മുല്ലളിയെ ലഭിച്ചപ്പോ സർക്കാർ ബഹുമതി കൊടുക്കാൻ വിട്ടുപോയി, മാപ്പ്. അത് കേട്ടപ്പോ ഉമ്മൻചാണ്ടിയും പറഞ്ഞ് മാപ്പ്. അപ്പൊ 2 മാപ്പ്. അപ്പൊ അടുത്ത മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസംഗം വന്ന് ഗണേഷ് കുമാർ മാപ്പ് പറയാൻ വന്ന് അതിന് മുമ്പേ ഉമ്മൻചാണ്ടി പറഞ്ഞ് മാപ്പ്. അതിന്റെ പിറ്റേ ദിവസം പത്രക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടി ഗണേശൻ മന്ത്രി പറഞ്ഞ് ഞാനും മാപ്പ്. ഇനിയിപ്പോ ഇവിടെ നിന്ന് കത്തുമ്പോ ഒരാൾ പറയൂപ്പ PC ജോർജിന് പറഞ്ഞില്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ആളുകൾ മുട്ടടിച്ച് തകർക്കും. ഈ ഉമ്മൻചാണ്ടി മിസ്റ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോ നാളെ PC ജോർജ് പ്രസംഗിക്കുമ്പോ മിസ്റ്റർ കമലെന്ന് വിളിച്ചേക്കരുതിട്ട.